ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ 8154. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അതായത് എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഇന്നത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വ്യൂ ആണ്. അതായത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മളിന്ന് പകർത്തുന്നത്. കാരണം ഫ്ലൈറ്റിൽ കയറാത്ത ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഈ ലാൻഡിങ്ങിൻ്റെ ആ ഒരു വ്യൂ എയർപോർട്ടിൽ കയറാതെ തന്നെ, അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യുന്നതും അതിൻ്റെ ആ ഒരു വ്യൂ എയർപോർട്ടിൽ കയറാതെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കല്ലുകൂട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെയാണ് എത്തിയിരിക്കുന്നത്. കല്ലുകൂട്ടം വ്യൂ പോയിന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഇവിടെ പ്രത്യേകിച്ച് വേറെ മൗണ്ടൻസോ അല്ലെങ്കിൽ നദിയോ അങ്ങനെ ഒന്നും കാണാനില്ല പ്രത്യേകിച്ച്. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലൈറ്റ്സ്, ഈ നമ്മുടെ ട്രാൻസ്പോർട്ട് KSRTCയിൽ ഇങ്ങനെ നിർത്തിയിട്ടേക്കും മാതിരി കുറേ ഫ്ലൈറ്റ്സ് കാണാം. പിന്നെ അതുപോലെ തന്നെ ചറപറാന്ന് ഇറങ്ങുന്ന ഫ്ലൈറ്റ്സും അതുപോലെ തന്നെ പറന്ന് പൊങ്ങുന്ന ഫ്ലൈറ്റ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എനിക്കിവിടെ കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയും. അതായത് എയർലൈൻസിൻ്റെ ഒരു ട്രാഫിക്കാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. അതായത് ഇപ്പോൾ ഈ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് റൺവേയിലേക്ക് കയറുന്നതാണ് കാണുന്നത്. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ വേറെ ഒരെണ്ണം ലാൻഡ് ആവുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു 1-2 മിനിറ്റുകളുടെ വ്യത്യാസം, 2 മിനിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, 1 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതുമായിട്ട്. അതൊരു നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. ശരിക്കും എനിക്കത് ഫീൽ ചെയ്ത് KSRTCയിൽ നമ്മൾ ട്രാൻസ്പോർട്ട് 1 by 1 ആയിട്ട് ഒന്ന് കയറുമ്പോൾ ഒന്ന് ഇറങ്ങി പോകുന്നത്. അതുപോലെ തന്നെ ഈ ഇൻഡിഗോ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് അത് റൺവേയിലേക്ക് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഓരോ ടൈമും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, അതായത് 1 by 1 ആയിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് വന്നും പോയി ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ലൊരു കാഴ്ചയാണ്. വൈകുന്നേര സമയങ്ങളിലൂടെ നല്ല തിരക്കുണ്ട്. പിന്നെ ഞാൻ വന്ന സമയം ഉച്ച ആയതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് കുറവായിരുന്നു. പക്ഷേ എന്നാലും നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും അതിൻ്റെ ആ ഒരു സൗണ്ടും നല്ലൊരു ആംബിയൻസും നല്ല കാറ്റും ഉണ്ട് ഇവിടെ. അതായത് നമുക്കൊരു സമയം പോക്കിന് വേണമെങ്കിൽ ഇവിടെ വന്ന് അതായത് ഈ കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഈ കല്ലുകൂട്ടം വ്യൂ പോയിൻറ്റ്. ഇപ്പോൾ ഈ ഫ്ലൈറ്റ് റൺവേയിലേക്ക് കയറി വരുന്നതാണ് ഈ കാണുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് കയറി വരുന്നത്. പക്ഷേ ആ ഒരു ടേക്ക് ഓഫിൻ്റെ ടൈമിനുള്ള സ്പീഡ്, അയ്യോ അതിഭയങ്കരമായ സ്പീഡാട്ടോ, ഒരു രക്ഷയില്ല. നല്ല രസമാണ് ആ ഒരു പോക്ക് കാണാൻ തന്നെ. അതുപോലെ ലാൻഡിങ് കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ശരിക്കും നല്ലൊരു എൻജോയ്മെൻ്റാണ്, ടൈം പാസ്സാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഇപ്പോൾ വേറെ ഒരെണ്ണം വന്ന് ലാൻഡ് ആവുന്നതാണ് ഈ കാണുന്നത്, ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല ഇവിടെ. ഇതൊരു പ്രൈവറ്റ് ജെറ്റാണ്. ഇപ്പോൾ ഇതും ടേക്ക് ഓഫ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ജസ്റ്റ് ആ റൺവേയിൽ നിന്ന് മാറി കഴിയുമ്പോൾ ഇതുണ്ടോ, ഈ സൈഡിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ജസ്റ്റ് ആ റൺവേയിൽ നിന്ന് അപ്പുറത്തേക്ക് സൈഡിലേക്ക് മാറി കഴിയുമ്പോൾ തന്നെ ഇത് ടേക്ക് ഓഫിന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് തന്നെ ഒരു നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. ശരിക്കും ഒരു എന്താ പറയണേ, നല്ലൊരു ആംബിയൻസും നല്ലൊരു നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് കല്ലുകൂട്ടം. എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഈ വന്ന വണ്ടിയിൽ നിന്ന് ഒരാൾ ഇറങ്ങിച്ച് എന്തോ വലിച്ചെറിയുന്നത് കാണാം. അത് പടക്കമാണ് വലിച്ചെറിയുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ 2-3 ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്തതിന് ശേഷം ബേഡ്സിൻ്റെ ശല്യം ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ബേഡ്സിനെ അകറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പടക്കം പൊട്ടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശുഭദിനാശംസകൾ.